ഇനി മറ്റൊരു വാർത്തയിലേക്ക്. സാധാരണ ഈ ലഹരി കേസിൽ സാക്ഷി പറയാൻ പോകുന്ന ആളുകളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണം എന്നാണ് എക്സൈസിന്റെ ചട്ടത്തിൽ പറയുന്നത്. ഒരു കാരണവശാലും അവരുടെ ഐഡന്റിറ്റി പുറത്തു വരരുത്. കാരണം ഇത്തരം വിവരങ്ങൾ കൊടുക്കുന്നവരെ അവർ അപായപ്പെടുത്താനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ലഹരി കേസിൽ സാക്ഷിയായ യുവതിയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട എക്സൈസ് നടപടിയിൽ പോലീസിന്റെ അന്വേഷണം. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് യുവതി നൽകിയ പരാതിയിൽ ചേരാനല്ലൂർ പോലീസ് അന്വേഷണം തുടങ്ങി. ചേരാനല്ലൂരിലെ സ്വകാര്യ ഹോട്ടൽ മാനേജരാണ് യുവതി. ഇക്കഴിഞ്ഞ 5-ന് എക്സൈസിന്റെ ലഹരി പരിശോധനയ്ക്ക് ശേഷം പുറത്തുവന്ന വീഡിയോയിലാണ് സാക്ഷിയായ യുവതിയുടെ ദൃശ്യവും ഉൾപ്പെട്ടത്. അതൊരിക്കലും പാടില്ലാത്തതായിരുന്നു. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, 2 തരത്തിൽ ഇത് ഹാമുണ്ടാക്കും. ഒന്ന്, യുവതിയെക്കുറിച്ച് തെറ്റായ രീതിയിലുള്ള ചില വാർത്തകൾ പ്രചരിക്കാനിടയാകും. 2, ഈ യുവതിയുടെ ഐഡന്റിറ്റി അങ്ങനെ വെളിപ്പെടുത്താൻ പാടില്ല സാക്ഷിയാവുന്ന വ്യക്തിയെക്കുറിച്ച് എന്നുള്ളതാണ്. അതും യഥാർത്ഥത്തിൽ ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ, എന്തായാലും ഗുരുതരമായ വീഴ്ചയാണ് എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരിക്കുന്നത് അല്ലേ? അവർക്കറിയാമായിരുന്നില്ലേ ഇത് സാക്ഷിയാണ്, ഈ ദൃശ്യങ്ങളിൽ അവരുടെ ഫോട്ടോ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, ഗുരുതരമായ വീഴ്ച തന്നെയാണ് എക്സൈസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഈ മാസം 5-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് എക്സൈസ് ചേരാനെല്ലൂരിലെ ഒരു സ്വകാര്യ ഹോട്ടലിലെത്തുന്നു. അവിടെ ലഹരിയുമായി 3 പേരെ പിടികൂടുന്നു. അതിൽ ഒരു യുവതിയുമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ഈ ഹോട്ടലിലെ മാനേജറായ മറ്റൊരു യുവതിയെ സാക്ഷിയാക്കി എക്സൈസ് നിർത്തുകയും ചെയ്യുന്നു. പക്ഷേ എക്സൈസ് സംഘം തന്നെ ഈ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് മൊബൈൽ ഫോണിൽ. അതിനുശേഷം ഈ ദൃശ്യങ്ങൾ പിന്നീട് പ്രചരിക്കുകയും ചെയ്തു. മാധ്യമങ്ങളിലടക്കം ഈ ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു കറുത്ത ചുരിദാറിട്ട സ്ത്രീയാണ് ഈ സാക്ഷിയായ ഹോട്ടലിലെ മാനേജർ. പക്ഷേ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം വലിയ പ്രതിസന്ധിയാണ് ഈ യുവതി നേരിട്ടത്. പ്രത്യേകിച്ച് പലരും ഈ കേസിൽ ഉൾപ്പെട്ട യുവതി അത് ഈ മാനേജറാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നു. മാത്രവുമല്ല, കുടുംബത്തിലടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് എന്നും മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ യുവതി എക്സൈസിന്റെ ഡെപ്യൂട്ടി കമ്മീഷണർക്കും അതോടൊപ്പം തന്നെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഈ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക അന്വേഷണം നടത്താൻ വേണ്ടി ഇപ്പോൾ ചേരാനെല്ലൂർ പോലീസിനോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ചേരാനെല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് മനഃപൂർവ്വം ഉണ്ടായ ഒരു വീഴ്ചയല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 2 തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ഒന്ന്, യുവതിയുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന തരത്തിലായിരിക്കാം ആ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനപ്പുറത്തേക്ക് ഈ തരത്തിൽ ആ കേസിൽ ഉൾപ്പെട്ട ഏതാണ്ട് 110 ഗ്രാം MDMA പിടികൂടിയ 3 പേർ, അതിലൊരാൾ സ്ത്രീയാണ് എന്ന തരത്തിലാണ് വാർത്തകളും മറ്റും വന്നത്. സ്വാഭാവികമായും ആ സ്ത്രീ ഈ യുവതിയാണ് എന്ന തരത്തിലുള്ള പ്രചാരണവും നടക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിസന്ധി ഈ സ്ത്രീ നേരിടുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും എക്സൈസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായൊരു വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. എക്സൈസ് മന്ത്രി അടക്കം ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഒരു പ്രാഥമിക അന്വേഷണം നടക്കുന്നുണ്ട്. അതേസമയം യുവതിയുമായി സംസാരിച്ച് യുവതിയെ ഈ കാര്യത്തിൽ നിന്ന്, ഈ പരാതിയിൽ നിന്ന് പിന്മാറ്റാനുള്ള ശ്രമങ്ങൾ എക്സൈസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഗുരുതരമായ വീഴ്ച എക്സൈസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. ഇത്തരം കേസുകളിൽ ഒരു സാക്ഷിയുടെ ദൃശ്യങ്ങളോ അവരുടെ ഐഡന്റിറ്റിയോ ഒരു തരത്തിലും പുറത്തുവിടരുത് എന്ന നിയമം ഉണ്ടായിരിക്കുകയാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നത് എന്നാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. നമുക്കൊന്നേ ചോദിക്കാനുള്ളൂ എക്സൈസിനോട്, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ അമ്പാനെ? ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പോലീസ് കേസായില്ലേ, വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇതൊക്കെ സാക്ഷികളെ കുറിച്ച് അല്ലെങ്കിൽ ഈ വീഡിയോ ഒക്കെ ചിത്രീകരിക്കുമ്പോൾ അതിനകത്ത് ഈ കേസിൽ പെടാത്ത ആൾക്കാർ അതിനകത്ത് പെട്ടിട്ടുണ്ടോ, ഇതൊക്കെ സൂക്ഷിച്ച് നോക്കണ്ടേ?